ഏതായാലും മഴ തുടരുന്നു, കാറ്റ് ആഞ്ഞു വീശുന്നു, പലപ്പോഴും കുട പറന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ. അതിശക്തമായ മഴയും കാറ്റും തുടരുകയാണ് ഷിരൂരിൽ. നാവികസേനയ്ക്ക് ഇന്നും ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പരിശോധന നടത്താൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ്. ശക്തമായ കുത്തൊഴുക്കാണ് പുഴയിലുള്ളത്. സ്കൂബ ഡൈവേഴ്സിന്, അതായത് മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിലേക്ക് ഇറങ്ങി തിരയാൻ കഴിയുന്ന ഒരു സാഹചര്യം, അതിനേക്കാൾ 3 ഇരട്ടിയോളമാണ് ഗംഗാവലി പുഴയിലെ ഇപ്പോഴത്തെ ഒഴുക്ക് എന്നതാണ്. അതുകൊണ്ട് പുഴയിലേക്ക് ഇറങ്ങി പരിശോധിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ തന്നെയാണ്. എന്തായാലും ഇന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സംഭവ സ്ഥലത്തേക്ക് എത്തി അവലോകന യോഗം ചേർന്നു. നമ്മുടെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ ദൗത്യം തുടരും എന്നാണ് മന്ത്രി പറഞ്ഞത്. കൂടുതൽ യന്ത്ര സംവിധാനങ്ങളൊക്കെ ആവശ്യമാണെങ്കിൽ അത് സ്ഥലത്തേക്ക് കൊണ്ടുവന്നുള്ള തിരച്ചിൽ തുടരുമെന്നാണ് അവലോകന യോഗത്തിന് ശേഷം അദ്ദേഹം വ്യക്തമാക്കിയത്. ബഹുമാനപ്പെട്ട കലക്ടർ തന്നെ നേവൽ വിഭാഗത്തോട് ശ്രമം തുടരണം എന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളും യോഗ തീരുമാനത്തിൻ്റെ ഭാഗമായി പറഞ്ഞിട്ടുണ്ട്. സാധ്യമാകുന്ന പുതിയ രീതികളും അവലംബിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ 3 പേരെയും കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടരണം എന്നാണ് ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത്. Every angle we have finalized that, Baba, that is the particular place wherein we have to search. പുഴയിൽ നിന്ന് 4മതൊരു സിഗ്നൽ കൂടി ഇന്ന് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലഭ്യമായിട്ടുണ്ട്. അത് ഈ അർജുൻ്റെ ട്രക്ക് ആണെന്ന് സംശയിക്കുന്നു. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ദൗത്യസംഘം പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തേണ്ടതായുണ്ട്. കരയിൽ നിന്ന് 60 മീറ്റർ മാറി പുഴയ്ക്ക് കുറുകെ വലിയ മൺതിട്ട രൂപപ്പെട്ട ഭാഗത്ത് നിന്നാണ് ഈ സിഗ്നൽ ലഭ്യമായിട്ടുള്ളത് എന്നാണ് ദൗത്യസംഘം പറയുന്നത്. There are 4 metallic objects, big metallic objects, which were supposed to be in water. അതിൽ നമുക്ക് ഇതിലെ 3 കിട്ടിയുള്ളൂ. സോ ദാറ്റ് മിസ്റ്ററി വാസ് സ്റ്റിൽ ദെയർ ഇൻ മൈ മൈൻഡ്. ഈ 4th ഒബ്ജക്ട് എവിടെ പോയി, എന്താ കിട്ടാത്തത്. സോ ഇന്നലെ രാത്രി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ CP3 കുറച്ച് എക്സ്റ്റെൻഡഡ് ആയി കാണും, സ്കാറ്റേഡ് ആയി കണ്ടു. അപ്പൊ ഞങ്ങള് റീകൺസൈൽഡ് തിങ്ക് ഈ CP3 CP4 മെർജ് ആയിരിക്കണത്. സോണാർ ഉപയോഗിച്ചുള്ള പരിശോധനയും ഇന്ന് പുഴയിൽ തുടർന്നു എന്നതാണ്. നിലവിൽ ഇവിടെയുള്ള യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധന അത് തുടർന്നു. അപ്പം റഡാർ സംവിധാനം പ്രയോജനപ്പെടുത്തിയുള്ള തിരച്ചിലും പുഴയിൽ നടത്തി എന്ന് തന്നെയാണ്. പക്ഷേ ഏറ്റവും വലിയ വെല്ലുവിളി കാലാവസ്ഥ തന്നെയാണ്. It was more than 5.5. It was close to 6 knots. And it is humanly impossible for the Navy to dive at that particular point. അതിശക്തമായ ഒഴുക്ക് കാരണം പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം. എന്തായാലും ഇന്നത്തെ തിരച്ചിൽ വൈകിട്ട് 5 മണിയോടുകൂടി അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ രാവിലെ ദൗത്യം തുടരും. കൂടുതൽ സംവിധാനങ്ങൾ സ്ഥലത്തേക്ക് എത്തും. ഏതായാലും അർജുനെ കണ്ടെത്തുന്നതുവരെ, ട്രക്ക് കൃത്യമായി കണ്ടെത്തുന്നതുവരെ ഈ ദൗത്യം തുടരും എന്നത് തന്നെയാണ് ഈ 11ാം നാളിൽ ഷിരൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക.